ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനെതിരെയുള്ള ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള യുദ്ധം, ഇത് നാളുകൾക്ക് മുമ്പേ പ്രവചിച്ച ഒരു പ്രവാചകൻ എന്നോട് കൂടെയുണ്ട്. അടൂരിലെ ട്രിനിറ്റി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ശ്യാം മാക്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റു ചില പ്രവചനങ്ങളെക്കുറിച്ചും ഇപ്പോൾ നിറവേറിയിരിക്കുന്ന ഈ പ്രവചനത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം ഈ യുദ്ധത്തെക്കുറിച്ച് മുൻപ് നടത്തിയ പ്രവചനത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കുക, അതിനുശേഷം അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ഗുരുതരമായ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുകയാണ്. അറബ് രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് ചേരികളായി നിന്ന് യുദ്ധങ്ങൾ ആരംഭിക്കും. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇറാൻ എന്ന രാജ്യത്തിന്റെ മേലും ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ചില രാജ്യങ്ങളുടെ മേലും അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പോകുകയാണ്. അമേരിക്ക ഇറാനോടും ഇറാൻ അമേരിക്കയോടും യുദ്ധം ചെയ്തു എന്ന വാർത്തകൾ മാത്രമായിരിക്കുകയില്ല, പകരം ലോകരാജ്യങ്ങൾ മുഴുവനും യുദ്ധങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്തകൾ അധികം താമസിക്കാതെ നാം കാണാൻ പോകുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ലെബനോനിനും റഷ്യയ്ക്കും സിറിയയ്ക്കും നേരെ ഒരു ഭാരമായി എഴുന്നേറ്റ് നിൽക്കും. അമേരിക്കൻ ഭരണാധികാരിയുടെ രഹസ്യ അജണ്ടകൾ ഈ നാടുകളിൽ ഓരോന്നോരോന്നായി പുറത്തു വരികയും അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചിലത് നടപ്പിലാക്കുകയും ചെയ്യും. വളരെ വിശദമായി പറഞ്ഞാൽ, ലോകത്തിലെ ഓരോരോ രാജ്യങ്ങൾ ഓരോന്നായി ഉപായത്താൽ യുദ്ധം ചെയ്ത് കൈക്കലാക്കുക എന്ന അജണ്ട നടപ്പിലാക്കും. അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അധികാര കൽപ്പനകളും ചില പദ്ധതികളും ലോകരാജ്യത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചുവിടും. ചില രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനങ്ങൾ പറക്കുവാൻ അനുവാദമില്ലാതെ വിമാന സർവീസുകൾ കൂട്ടമായി റദ്ദാക്കപ്പെടും. രാജ്യങ്ങൾ വിറയ്ക്കും. പണവും സ്വാധീനവും അധികാരങ്ങളും ഉപയോഗിച്ച് സകലത്തെയും പിടിച്ചടക്കാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ചില രാജ്യങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നുപോകും. ഇത്തരത്തിൽ നാം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില ഭീകര സംഭവങ്ങൾ നാം നേരിൽ കാണാൻ പോകുകയാണ്. 2025 വരെ കാണാത്ത ചില ഭയങ്കര സംഭവങ്ങൾ 2026 എന്ന ഈ വർഷം മുതൽ നാം കാണാൻ പോകുകയാണ്. ഈ ലോകത്തിന്റെ അവസാന നാളുകളുടെ വളരെ ഗൗരവമേറിയ സമയത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാഴിക അടുത്തിരിക്കുന്നു. അടുത്ത 4 വർഷങ്ങൾ വളരെ നിർണായകമായിരിക്കും. തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ സംബന്ധിച്ച് ഇത് ഗോഗ് മാഗോഗ് യുദ്ധത്തിന്റെ തുടക്കങ്ങളായിരിക്കും. എല്ലാറ്റിന്റെയും അവസാനം അവിടെ ആരംഭിക്കും. ഒരു പ്രവാചകൻ ആ പറഞ്ഞ പ്രവചനം യാഥാർത്ഥ്യമായി കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ധാരാളം പ്രവാചകന്മാരുള്ള ഒരു നാടാണ് നമ്മുടേത്. യുദ്ധത്തെക്കുറിച്ച് തന്നെ പലരും പ്രവചിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്. ഹലലിയ പത്രത്തിൽ ഒരു 1.5 വർഷം മുമ്പ് ഫ്രണ്ട് പേജിൽ ഞാനൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് ഒരു പാസ്റ്റർ പ്രവചിച്ചു. ആ പാസ്റ്റർ പേര് പ്രസാദ് എന്നാണ്. IPCയിലെ ഇവിടെ തിരുവല്ലയിലുള്ള പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോൾ അല്പസൗഖ്യമില്ലാതിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാനത് ഒരു വാർത്തയാക്കി ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അന്ന് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രവചനം നേരത്തെ കണ്ടായിരുന്നു പാസ്റ്റർ. കാണുകയും അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പ്രവചനം യാഥാർത്ഥ്യമായ ആ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 5-ാം ദിവസമാണ്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഈ പ്രവചനത്തെക്കുറിച്ച് എന്തോ പറയാനുള്ളത്? ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയമോ അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് അങ്ങനത്തെ കണക്ഷൻ ഇല്ലാത്തൊരു മനുഷ്യനാണ്. കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളല്ല. ഓക്കെ, രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യവും എനിക്കില്ല. ഇല്ല. ഞാൻ പ്രാർത്ഥിക്കും, വചനം ഷെയർ ചെയ്യുമെന്നല്ലാതെ ഈ സെക്യുലർ ഫീൽഡുമായിട്ട് യാതൊരു ടച്ചും കണക്ഷനില്ല, ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, സ്വപ്നത്തിലില്ല. യേശു കർത്താവിൻ്റെ 2ാം വരവ് മാത്രം കാണാം. അന്ന് കണ്ട സ്വപ്നം ഇതാ. അന്ന് ചെറിയ താടിയൊക്കെ വെച്ചിട്ട് പയ്യൻ, എൻ്റെ വരവ് ഭൂമിയെ കൂടം കൊണ്ടിടിക്കുന്നത് പോലെയായിരിക്കും. ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും ആ സമയം. ഞാൻ കാണുന്ന കാഴ്ച അരയ്ക്ക് മുകളിലായിട്ട് കാണാൻ കഴിയത്തില്ല. ഈ ഒരു കെട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പീഠം വെച്ചിട്ട് ഒരു ബുക്ക് ലോക്ക് ചെയ്തിരിക്കുന്ന ബുക്ക്.
എന്നോട് പറയുക, ഞാൻ ഈ പുസ്തകം തുറക്കാൻ പോകുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ വരവ് ഭൂമിയെ കൂടം കൊണ്ടിടിക്കുന്നത് പോലെ ആയിരിക്കും. ഞാനിത് അന്നേരം തന്നെ എഴുന്നേറ്റ് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. പിന്നെ കാണുന്ന കാഴ്ചകളെല്ലാം ആകാശത്ത് ഇതുപോലെ നക്ഷത്രങ്ങൾ ഇളകി താഴോട്ട് വീഴുന്നു. ജനങ്ങളെല്ലാം ഓടി. ഞാൻ ഒരു വലിയ പർവ്വതത്തിൽ നിൽക്കുക. ഞാൻ പർവ്വതത്തിൽ നിന്ന് ഇത് കാഴ്ചകളെല്ലാം കാണുന്നത്. ഈ ദേശത്തുള്ള ജനങ്ങളിൽ ഈ പരിഭ്രാന്തിയായിട്ട് ഓടുന്നു. കുറേ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടിക്കയറുന്നു, പർവ്വതത്തിലേക്ക് ഓടിക്കയറുന്നു. ഇത് ഭൂമിയിലേക്ക് വീഴുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴേക്ക് പറഞ്ഞു, ആകാശം കൊടുമുഴുക്കത്തോടെ മാറിപ്പോകും, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. അപ്പോൾ ശാസ്ത്രം പഠിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാളും എത്രയോ ഇരട്ടി വലുതാണ്. ഒരിക്കലും നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴാൻ സാധ്യതയില്ല. അപ്പം യേശു കർത്താവിൻ്റെ 2ാം വരവ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ്, 2 or 3 ആഴ്ചയോ 1 മാസത്തിനകത്ത് ഈ ഗസ ഇസ്രായേൽ യുദ്ധം നടക്കും. ഞാൻ വാർത്ത വായിക്കും, ഞാൻ കണ്ട അതേ സ്വപ്നം ഇങ്ങനെ കാണുക ആകാശത്ത്. എനിക്കറിയത്തില്ല, ഞാൻ നക്ഷത്രം എന്ന് ചിന്തിച്ച് മിസൈലായിരുന്നു എന്നുള്ള പിന്നെയാണ് മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ സ്വപ്നങ്ങളും ദർശനങ്ങളും ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സമയം പിടിച്ചു. അപ്പം കണ്ട ഉടനെ ഞാൻ ഡെലിവറി ചെയ്യത്തില്ല. ഇത് ദൈവത്തിൽ നിന്നാണോ? ഈ ദൈവം എന്താ കാണിച്ചതിൻ്റെ ഉദ്ദേശം? ഇത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? സ്വപ്നമായിട്ടാണോ ഇതൊക്കെ കാണാറ്? ആദ്യം സ്വപ്നമായിട്ടായിരുന്നു. പിന്നെ ഞാൻ കാറിൽ എങ്ങനെ ഇരിക്കും, പാസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറിൽ എങ്ങനെ ഇരിക്കും, ചെറിയ മയക്കം വരുമ്പോൾ ഞാൻ അരമണിക്കൂർ നീളമുള്ള ദർശനങ്ങൾ കാണാറുണ്ട്. ആ സമയത്തും ഇവരെല്ലാം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അപ്പം സ്വപ്നമല്ല, ഗാഠനിദ്രയിൽ കാണുന്നൊരു ഉറക്കത്തിൽ കാണുന്നതല്ല പലതും. ചിലത് ശബ്ദം കേൾക്കും. ചിലർ പറയാറുണ്ട് ദൈവശബ്ദം കേൾക്കുന്നത് വചനത്തിലൂടെയാണ്. സത്യമാണ്. ചില പ്രവാചകന്മാരുടെ അതെല്ലാം ഒരു വചനത്തിലൂടെ കേൾക്കാം, ഡയറക്റ്റ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന. കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ ഈ ശബ്ദം പോലെ കേൾക്കാം. ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ദൈവശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കേട്ടു എന്ന് ചോദിക്കും. അപ്പം വചനത്തിലൂടെ, അപ്പം വചനത്തിലൂടെ ഗ്രഹിച്ചതല്ലേ, ആ ഗ്രഹിച്ചതാ. അല്ലെങ്കിൽ നമ്മുടെ അകത്ത് ബോധ്യം തരും. പെട്ടെന്നൊരാൾ പറയുന്ന പോലെ ഒരു ബോധ്യം തരും. അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ശബ്ദമായിട്ട് കേൾക്കും. പക്ഷേ അന്ന് മുതൽ എൻ്റെ ചെവിയിൽ പാസ്റ്റർ എന്നോട് സംസാരിക്കുന്ന ശബ്ദത്തിൽ, ഞാൻ പാസ്റ്ററോട് സംസാരിക്കുന്ന ശബ്ദത്തിലാണ് കേൾക്കുന്നത്. ആത്മാവിൽ വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കത്തില്ല. ധ്യാനിക്കുമ്പോഴോ പ്രാർത്ഥന ആയിരിക്കുമ്പോഴോ ചെറുതായിട്ട് ഒന്ന് റിലാക്സ് ആകുമ്പോഴൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റും. അങ്ങനെ ശബ്ദം കേൾക്കുകയും ഇതുപോലെ ദർശനം കാണുകയും സ്വപ്നങ്ങളോടെ കാണുന്നതും ഞാൻ എഴുതി വെക്കാറുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണിക്കുകയാണ്. ഒരു സ്ഥലത്ത് വന്ന് തീ വന്ന് വീഴുക, ആകാശം തീ വന്ന് വീഴുക. ഇതിൻ്റെ ബാക്കി ഞാൻ കാണില്ല, പിറ്റേന്നേ കാണത്തുള്ളൂ ഇതിൻ്റെ ബാക്കി. അങ്ങനെ തുടർച്ചയായിട്ട് മുറിച്ചേ കാണത്തുള്ളൂ. ഞാൻ ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ദർശനം, ചെറിയ ദർശനമാകട്ടെ വലിയ സ്വപ്നങ്ങളാകട്ടെ, ഞാൻ അതിൻ്റെ പുറകെ പോകുന്ന സ്വഭാവമുണ്ട്. എന്താ എന്ന് ക്യൂരിയോസിറ്റി, ഏത് കാര്യത്തിലും എന്താണ് ചോദിക്കും. അപ്പം ഈ കർത്താവിനറിയാം ഞാൻ അതിൻ്റെ പുറകെ പോകുന്നുള്ളത്. അപ്പം ചെറിയ മുറിച്ചേ തരത്തുള്ളൂ. അതിനു വേണ്ടി ഞാൻ ദൈവസന്നിധി ഇരിക്കും, മണിക്കൂറുകളിരിക്കും. ഇന്നൊരു തീ വീണ്, അപ്പം ഈ ഒരു ഉദാഹരണം പറയാം. ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഇറക്കുമ്പോൾ ഈ ഇസ്രായേൽ ഗസയുടെ ഒരു സംഭവം പറഞ്ഞു. ഈ കോൺഫിഡൻസ് കുറവാണ് ആ സമയത്ത്, പേടിയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് ഞാൻ ആദ്യത്തെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുക ആദ്യമായിട്ട്. അതെ, നേരത്തെ യൂട്യൂബ് ചാനലുണ്ടോ? ഉണ്ട്. അതായത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്സ് ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയ വചനത്തിൻ്റെ ഷോർട്സ് ചെയ്യുക, വേർഡ് പറയുക, രാവിലെ പ്രഭാത വേർഡ് ഇങ്ങനെ. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. കർത്താവ് എന്നെ കൊണ്ട് ക്യാമറ മേടിപ്പിച്ചു, ഇതുപോലെ ലൈറ്റ്സ് മേടിപ്പിച്ചു, ഇതുപോലെ സ്റ്റുഡിയോ ഉണ്ടാക്കി. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഏതിനാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിത് യേശു ആരാണ് എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ ആദ്യം എടുത്ത് ബ്ലാങ്കറ്റ് ഓഫ് ഗ്ലോറി ചെക്ക് ചെയ്തല്ല ആദ്യത്തെ വീഡിയോകൾ. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? ഏകദേശം 200 സംതിങ് വീഡിയോസ് ഉണ്ട്. ഇപ്പം ആ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ നാക്ക് ഇങ്ങനെ മാറി വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പ്രവചനമായിട്ട് പറഞ്ഞു. ആസ്ബറി യൂണിവേഴ്സിറ്റി നടന്ന ഉണർവ്, 2 കർണാടകയിൽ നടന്ന എലക്ഷൻ, 3
ഈ ബ്രഹ്മപുരത്ത് നടന്ന തീപിടുത്തം, 4 ഗസ, ഇതെല്ലാം പിന്നെ പ്രവചനമായിട്ട് പറഞ്ഞു കാണും. എനിക്ക് പ്രവചനമാണെന്ന് എനിക്കറിയില്ല. അല്ല, ദർശനം കണ്ടിട്ട് അത് അത് ഡീകോഡ് ചെയ്ത് അത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ പറയാൻ തുടങ്ങി. അറേഞ്ച് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു, തീ വീണു, പിറ്റേ ദിവസം അതിൻ്റെ ബാക്കി തീ വീണ സ്ഥലത്ത് നിന്ന് സംഭവിച്ചു, അത് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാം. അപ്പോൾ ആദ്യത്തെ ദിവസം തീ വീണെന്ന് കണ്ടിട്ട് പിന്നെ കാണുന്നത് ഗസ യുദ്ധം, പിന്നെ കാണുന്നത് എലക്ഷൻ്റെ കാര്യങ്ങളായിരിക്കും, ഒരു പൂ വന്നത്, ഒരു കൈപ്പറ്റുന്നത്, ഈ സംഭവങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ ഇത് ഒരാഴ്ച കഴിയുമ്പം എഴുതി വെച്ചതെല്ലാം കൂടെ വായിച്ച് നോക്കിയിട്ട് അടുക്കും ചുറ്റുപാട് വെച്ചിട്ട് ഞാൻ കർത്താവിനെ സമീപിക്കും. കർത്താവെ, ഇത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതാണോ? ഇത് പറയാനുള്ള ജ്ഞാനത്തിൽ തരണം. ആർക്കും, രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ ഒരു മനുഷ്യനോ ഒരു ജാതിക്കോ ഒരു മതത്തിനോ കേടുവരാതെ എനിക്ക് ജ്ഞാനത്തിൽ നിന്ന് ഡെലിവറി ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഒരു 1.5 ആഴ്ചയോളം ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പിരിച്വൽ അറ്റാക്സ് കൊണ്ട് എനിക്ക് അത് ഞാൻ ഓപ്പണായിട്ട് പറയത്തില്ല. ഒത്തിരി സ്ട്രഗിൾ. ഇപ്പം ഞാൻ കർത്താവ് എത്രയോ പ്രവാചകന്മാർക്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എത്രയോ വലിയ വലിയ അഭിഷിക്തന്മാരുണ്ട്, വിശുദ്ധരുണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് വെളിപ്പെടുത്താത്ത? കർത്താവിനോട് പറഞ്ഞു, എല്ലാവർക്കും ഞാൻ വെളിപ്പെടുത്തി ഓൾറെഡി. അവർ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതായതുകൊണ്ട് നിന്നെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് എന്ത് പറയുന്നത്, പേടി. എനിക്ക് ഇത് പുറത്ത് വിട്ടാൽ എന്ത് സംഭവിക്കുന്നു കുറച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ കുടുംബമായിരിക്കുക, എല്ലാവർക്കും പേടിയാണ്. എനിക്കൊരു ആ സമയത്ത് കർത്താവ് എനിക്ക് തന്ന ആ ഒരു വിസ്താരത്തിനനുസരിച്ച്, കർത്താവ് തന്ന ജ്ഞാനത്തിനനുസരിച്ച് ഔട്ട്ലൈൻ മാത്രം എഴുതി, ഓപ്പണായിട്ട് പറയത്തില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത്, പാർട്ടികളെല്ലാം നമ്മുടെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. യൂട്യൂബ് എല്ലാം അവർക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ഒത്തിരി ടെക്നോളജി ഒത്തിരി വളർന്നു പോകുന്നു. അതല്ല, അവിടെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ, ഇപ്പം ദൈവം ഒരു ദൂത് തരുന്നു അല്ലെങ്കിൽ ഒരു ദർശനം കാണിക്കുന്നു, ആ ദർശനം വെച്ച് നമുക്ക് എന്തുകൊണ്ട് പറയാൻ ധൈര്യം വരുന്നില്ല? ധൈര്യമുണ്ട് പാസ്റ്ററെ. ഒന്ന്, ഇത് ഞാൻ പറഞ്ഞതുപോലെ പരിജ്ഞാനത്തിൽ മാത്രമേ എനിക്ക് ഡെലിവറി. ഇപ്പം ഈ ദൂതുമായി ബന്ധപ്പെട്ട് എന്നെ മെൻറ്റർ ചെയ്യുന്ന പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാരിൽ നല്ല ഒരു ശതമാനം പ്രവാചകന്മാരുണ്ട്. അപ്പോൾ അതിൽ മുതിർന്ന പ്രായമുള്ള ഒരു മെൻറ്റർ, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, ജനത്തിനും നാടിനും അല്ലെങ്കിൽ വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കേടില്ലാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് മനസ്സിലാകണം എന്ന രീതിയിൽ. ഇപ്പം പേഴ്സണലി എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഓപ്പണായിട്ട് പറയും, ഇന്നയാൾ മരിക്കും, ഇന്നയാളുടെ കയ്യാൽ മരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പബ്ലിക്കലി പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ, ഇപ്പം ദൈവം ഒരു ദേശത്തെ അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം അനുദപിക്കും, മാറ്റാനും സാധ്യതയുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദൈവജനം പ്രാർത്ഥിക്കും. ഇത് കേൾക്കുമ്പോൾ അനർത്ഥം മാറിപ്പോകാം. അനർത്ഥം മാറിപ്പോയാൽ നമ്മുടെ മലയാളികളാണ്, നമ്മുടെ നാടാണ്, എന്നെ കള്ളപ്രവാചകനാക്കും. അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നെ കർത്താവ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, ഏറ്റെടുക്കണമെന്നില്ല. അതുകൊണ്ട് സാധ്യതകളും ഒരു ഔട്ട്ലൈൻ രീതിയിൽ ആർക്കും കേടില്ലാത്ത രീതിയിൽ ഡെലിവറി ചെയ്യും. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ ഇതിലേക്ക് വന്നാൽ, ഈ പ്രവചനത്തിലേക്ക്, ഏതാ ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കും എന്നുള്ള പ്രവചനത്തിലേക്ക് വന്നാൽ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു, എങ്ങനെയാണ് അത് കിട്ടിയത്? അത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ന്യൂസും കാണാറില്ല, അതിൻ്റെ പ്രൊഡിക്ഷൻ ഒന്നും കാണാം. ഞാനിപ്പം ഈ TV ഒന്നും അങ്ങനെ കാണാറില്ല, ന്യൂസ് ഒന്നും കാണാൻ ഇരിക്കത്തില്ല. ഞാൻ ഫുൾ ടൈം ചർച്ചിലായിരിക്കും, അല്ലെങ്കിൽ പ്രെയറിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാരുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പാട്ട് പാടിലായിരിക്കും, എന്തെങ്കിലും. ഞാനിപ്പം മ്യൂസിക് പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്, കൂടുതലും അതിനകത്തായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കും. അപ്പം ന്യൂസ് കാണാൻ എൻ്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ വീട്ടിൽ ന്യൂസ് കാണാൻ ഞാൻ സമയം എടുക്കാറില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഈ ലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ള പ്രവചനത്തിൻ്റെ ഒരു മാൻഡിലെ കർത്താവ് എനിക്ക് ഉത്തരവാദിത്തം എനിക്ക് തന്നിരിക്കുന്നത്.
ആ ഒരു മിനിസ്റ്റർ ചെയ്യുമ്പം എൻ്റെ മൊബൈലിൽ വരുന്ന അതർ പ്രഡിക്ഷൻസും ഞാൻ എൻ്റെ മൊബൈൽ അയക്കാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഇപ്പം അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ കർത്താവ് സംസാരിക്കുന്ന സമയത്ത് ഞാനതിന് ലെഫ്റ്റ് ആവും. എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയും, ഞാൻ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷനും കർത്താവ് തരുന്ന ഇൻഫർമേഷനുമായിട്ട് ക്ലാഷ് ആകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കാണുന്ന ഒരു കാഴ്ചയായിരിക്കും എൻ്റെ മുമ്പ് വരുന്നത്. എനിക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവ് കാണിക്കുന്നതാണോ അതോ ഞാൻ മൊബൈലിൽ കൂടെ കണ്ടതാണോ? ഭയം ഉള്ളതുകൊണ്ട് ഞാൻ 1.5 മാസം 2 മാസത്തിന് അകത്ത് ഞാൻ ഇതിനകത്ത് നിന്ന് ലെഫ്റ്റ് ആവും. അല്ല, ആ 2 മാസത്തേക്ക് ബന്ധങ്ങളില്ലാതെ ഒറ്റയ്ക്കിരിക്കും. എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, ചുറ്റുപാട്, എൻ്റെ ലീഡേഴ്സ്, എൻ്റെ ചർച്ചുമായി ബന്ധപ്പെട്ട് മാത്രം അങ്ങനെ ഇരിക്കും. വേറെ ഒരു ഇൻഫർമേഷൻ അകത്തെടുക്കത്തില്ല. എനിക്ക് ക്ലാരിറ്റി കിട്ടണം. ദൈവം പറയാത്തൊരു കാര്യം പറയാൻ പേടിയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണോ? അപ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഉറപ്പുണ്ടാകണം. അപ്പോൾ ചിലപ്പോൾ ഒരു രാത്രി ആയിരിക്കും കർത്താവ് മറുപടി വരുന്നത്, ചിലപ്പോൾ 2 രാത്രി കഴിഞ്ഞിട്ടായിരിക്കും മറുപടി വരുന്നത്. ഞാൻ എൻ്റെ ഐപാഡിനകത്ത് ഞാൻ എഴുതുമ്പോൾ ഓരോ പോയിൻറ്സും എടുത്ത് കർത്താവിൻ്റെ മുമ്പ് വെച്ചിട്ട്, കർത്താവ് ഇത് പറഞ്ഞോട്ടെ, ഇത് കർത്താവ് പറഞ്ഞതാണോ, അതോ എൻ്റെ തോന്നലാണോ, അത് പിശാചി തരുന്ന ഇൻഫർമേഷനാണോ, നാളെ ഒരു വിഷയം ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ ഇത് പറഞ്ഞോട്ടെ. ആ സമയത്ത് ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ പ്രാർത്ഥന മുറിയില്ല. ചിലത് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, പാസ്റ്ററിനെ കാണിക്കാം, പെൻഡിങ് എഴുതിയിട്ടുണ്ട്. ഫോർ ക്ലാരിഫിക്കേഷന് വേണ്ടി ഇപ്പോഴും പെൻഡിങ് കുറേ സംഭവങ്ങളുണ്ട്, പൂർണ്ണതയല്ലത്. അപ്പം പറയണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തൊരു പേടി, ഒരു ചെറിയൊരു നെഞ്ചെടുപ്പ് പോലെ. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന എനിക്ക് അങ്ങനെ അത് മാറ്റിവെക്കും. കർത്താവ് പറയുന്ന കാര്യങ്ങൾ മാത്രം പറയും. കർത്താവിനോട് ഞാൻ പറഞ്ഞ ഈ മിനിസ്ട്രി കയറിയപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു അജണ്ട, എപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാനിതിപ്പം പറയും, എപ്പോഴും പറയുന്നത്, കർത്താവ് നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും, അങ്ങ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും, അങ്ങ് അയക്കുന്നിടത്ത് ഞാൻ പോയിരിക്കും. ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത്. ആ ഉറപ്പ് എപ്പോഴും ഞാനും കർത്താവുമായിട്ട് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ദൈവം പറയാത്തൊരു കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് പറയുമ്പം ഒത്തിരി വിമർശനങ്ങൾ വരും, ഒത്തിരി ബാഡ് കമൻസ് വരും. ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നും. പക്ഷേ എൻ്റെ മനസ്സിൽ പറയും, കർത്താവല്ലേ പറയാൻ. എന്നോട് കർത്താവ് പറയാം, നീ പറയേണ്ടത് പറയുക, ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി, നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ, നിനക്ക് ഭ്രാന്താണ്, അതാണ്, നിനക്ക് ഗുളിക കഴിച്ചിട്ടില്ല. അപ്പം നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യരാരും കാണത്തില്ല, ഈ പറഞ്ഞവരാരും കാണത്തില്ല. പക്ഷേ ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കും. ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം എക്സൈറ്റ്മെൻ്റ് അല്ല, ഇപ്പം ഭയമാണ്. ഓരോ സംഭവങ്ങളും കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ കുടുംബത്തിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം എനിക്ക് അവരെ ഓർത്തങ്ങ് പേടിയാണ്. യേശു കർത്താവിൻ്റെ വരവ് ഏത് നിമിഷം സംഭവിക്കും. ഞാനൊരു എന്നെ ഉയർത്താനോ എൻ്റെ ചാനലിനെ ഉയർത്താനല്ല ഇത് വിടുന്നത്. എൻ്റെ ചാനലിനെ വളർത്താനാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിടണം. പൈസ സമ്പാദിക്കാനാണെങ്കിൽ, യൂട്യൂബ് ചാനലിന് വരുമാനം കിട്ടാനാണെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും 2 വീഡിയോ വെച്ച് ചെയ്താൽ മതി. കർത്താവ് എന്നോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റൂ. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് ബ്ലാങ്കറ്റ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. അതിനു വേണ്ടി മാത്രം. ഒരിക്കലും എന്നെ ഉയർത്താനോ എൻ്റെ മിനിസ്ട്രി ഉയർത്താനോ എൻ്റെ പ്രവചന വാക്കുകൾ ഉയർത്താനോ ഒന്നുമല്ല. ഇപ്പോൾ തന്നെ ഈ ഇറാനും ഇസ്രായേലും അമേരിക്കയും യുദ്ധം നടക്കുമെന്ന് കർത്താവിനോട് പറയുമ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുക, അമേരിക്കയും ഇറാനുമായിട്ടുള്ള വഴക്കാണ്, ഇസ്രായേലിനോട്ട് യാതൊരു പങ്കുമില്ല. ആ സമയത്ത് കർത്താവ് പറഞ്ഞു 2 ജാതികളുണ്ടാവും, 2 രാജാക്കന്മാർ ചേർന്ന് ഈ രാജാവിനെ വധിക്കും, അല്ലെങ്കിൽ ഈ രാജാവിനെ ആക്രമിക്കും. അപ്പം ഇത് ബൈബിള് പരമായിട്ട് തെളിയിക്കും കർത്താവ്. ദാനിയേൽ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് കർത്താവിനെ വേർഡ് തന്നെ ഉറപ്പിക്കും. അപ്പോൾ ഈ ഞാൻ കണ്ട പ്രവചനത്തിൻ്റെ ആ ദർശനവും സ്വപ്നവും ഈ ബൈബിൾ വാക്യങ്ങളുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി നോക്കും. വചനത്തിൽ നിന്നാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് പറയണം എന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. ഇത് പറഞ്ഞ ശേഷം ഞാൻ വേർഡും കൂടെ
വെച്ചിട്ട് തെളിയിക്കും. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഈ ഇറാനും ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ തുടക്കമാണെന്ന് കർത്താവ് പറഞ്ഞത്. ഇപ്പം നടക്കുന്നത് മാഗോഗ് വരുമ്പോൾ എനിക്ക് റഷ്യ എന്ന് തോന്നുന്നു. ബൈബിൾ വയ്ക്കുന്ന റഷ്യയും എൻ്റെ വിശുദ്ധ നഗരവുമായി എതിർത്ത് ആ ഒരു യുദ്ധത്തിലേക്ക് വരും. ആ സമയത്ത് 1000 ആണ്ട് വാഴ്ച ഇങ്ങനെ കർത്താവിൻ്റെ വരവ് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പിന്നെ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു സംഭവം തന്നു എന്ന് പറയുന്നത്, ഗോഗ് മാഗോഗ് യുദ്ധം അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഇസ്രായേൽ അടി തുടങ്ങിയാൽ അന്ന് നമ്മൾ ജീവനോടുണ്ടെങ്കിൽ ഇപ്പോഴും ആ സമയത്ത് നമ്മൾ ഭൂമിയിലുണ്ടെങ്കിൽ ചിന്തിച്ചോണം, യേശു കർത്താവ് വന്ന് പോയി, നമ്മൾ തള്ളപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. അത്ര അടുത്ത നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പം യേശു കർത്താവിൻ്റെ 2ാം വരവും ഗോഗു മാഗോഗ് യുദ്ധത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഒരു സൈനാണ്, അതിൻ്റെ തുടക്കമാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ഇപ്പോഴത്തെ യുദ്ധം. കർത്താവിനോട് പറയുമ്പം ഈ മിസൈൽ വന്ന് വീഴുന്നത് ഈ രാജ്യങ്ങളിലല്ല, മറ്റ് രാജ്യങ്ങളിലാണ് വീഴുന്നത്. ഞാൻ അന്ന് ചിന്തിച്ചത് തെറ്റി ഡൈവേർട്ടായി രാജ്യങ്ങളിൽ വീഴുന്നതായിട്ട് ഞാൻ ചിന്തിച്ചത്. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും കർത്താവിനോട് പറഞ്ഞു, അമേരിക്കയും ഇറാനും മാത്രമല്ല യുദ്ധം, അങ്ങനെ ഒരു വാർത്തയായിരിക്കത്തില്ല നമ്മളതിന് കേൾക്കാൻ പോകുന്നത്. എല്ലാ രാജ്യങ്ങളും യുദ്ധങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു എന്നൊരു വാർത്തയായിരിക്കും. അത് ഈ വീഡിയോ ക്ലിപ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുന്ന കാഴ്ചയെല്ലാം മറ്റ് രാജ്യങ്ങളുടെ, ലെബനോൻ എഴുന്നേൽക്കുന്നു, സിറിയ എഴുന്നേൽക്കുന്നു, യുക്രൈൻ എഴുന്നേൽക്കുന്നു. ഇവരും ഒരുമിച്ച് ചേർന്നിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറയും, നിങ്ങൾ എത്ര ശക്തിയോടെ എഴുന്നേറ്റ് വന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴും വീണ്ടും ശക്തിയോടെ തിരിച്ചടിക്കുക. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് അല്ല, അതൊന്നുകൂടെ പറഞ്ഞു. അതായത് സിറിയ, യുക്രൈൻ, ലെബനൻ അതിനകത്ത് വരുന്നുണ്ടോ? അങ്ങനെ ഒരു വേർഡ് എനിക്ക് കാണിച്ചു തന്നെ. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുക്രൈനുമായിട്ട് ഒരു ബന്ധവുമില്ല. സിറിയ, യുക്രൈൻ, ലെബനോൻ ഒത്തിരി രാജ്യങ്ങളുടെ ലിസ്റ്റ്, ചൈന ഉൾപ്പെടെ ഒത്തിരി രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിനകത്തുണ്ട്. ആരോട് യുദ്ധം ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. ഇത്രയും രാജ്യങ്ങളുടെ ലിസ്റ്റ് ബ്രിട്ടനുണ്ട്, ലാസ്റ്റിനകത്തുണ്ട്. അപ്പം ഈ രാജ്യങ്ങളിലേക്ക് യുദ്ധം അഴിച്ചുവിടുകയും അവിടെ ആണവ നിലയങ്ങൾ, അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെ നശിപ്പിക്കുന്ന തരത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ആ യുദ്ധം കഴിഞ്ഞ് ലോകമെമ്പാടും ക്ഷാമങ്ങളുണ്ടാകും. അമേരിക്കയുടെ ഡോളർ വെറും പേപ്പർ കഷ്ണങ്ങളായി മാറും. പകരം മറ്റൊരു അറബ് രാജ്യം സാമ്പത്തിക ശേഷിയിൽ ഉയർന്നു വരും. ഇതായിരുന്നു പ്രവചനം. ഇതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ആ പ്രവചനത്തിൽ അതുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട്, ഇപ്പം നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ഇതൊരു ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ തുടക്കമാണ്. അതായത് റഷ്യ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ റഷ്യ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുന്ന യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരുമ്പോഴായിരിക്കാം അമേരിക്കയ്ക്ക് വലിയ പരാജയം ഉണ്ടാകുകയോ അമേരിക്കൻ കറൻസിയുടെ വാല്യൂ നഷ്ടപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം. ഇപ്പോഴത്തെ നിലയിൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഒരു ശക്തമായ നിലയാണ് ഇപ്പോഴുള്ളത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിൽ അമേരിക്ക ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രവുമല്ല കറൻസി, ഡോളർ മറ്റെല്ലാ കറൻസികളെയും അതിജീവിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പ്രബലമായി നിൽക്കുകയാണ്. അമേരിക്കൻ കറൻസിക്കെതിരെ പുതിയൊരു കറൻസി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ അമേരിക്ക അതിനെ അടിച്ച് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പം അങ്ങനെയെല്ലാം സാഹചര്യങ്ങൾ നിൽക്കുകയാണ് പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഡോളർ വിലയില്ലാത്ത പേപ്പർ പോലെയായി മാറുമെന്നുള്ളത്. ഷോക്കിംഗ് ആണ്. മാത്രമല്ല, ഞാൻ ഉറപ്പായിട്ട് അത് ധൈര്യത്തോട് പറയാൻ കാരണം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധ്യതയില്ലാത്തൊരു സമയം, അദ്ദേഹം 100 കണക്കിന് കേസിൽ പ്രതിയായിരിക്കുന്ന സമയം, അത്
പറയാൻ കൊള്ളാത്തൊരു രാജ്യം ഭരിക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ആ സമയം ഭയങ്കരമായിട്ട് അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭരണത്തിൽ കയറുമെന്ന്. അങ്ങനെ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. 2023 തന്നെ, ലാസ്റ്റ് ഡിസംബർ മാസമാണ്. ആ സമയത്ത് പക്ഷെ അതിനൊന്നും അത്ര വലിയൊരു പ്രാധാന്യത്തോടെ ഇത് വന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് വന്നു, പക്ഷെ എനിക്ക് ആ വീഡിയോ എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് വിമർശനം ഇതുവരെയ്ക്ക് നേരിട്ടില്ലാത്ത വിമർശനങ്ങളും അന്നുണ്ടായി. ഒത്തിരി അമേരിക്കയിൽ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചു, മലയാളികള് വിളിച്ച്, മോൻ ഗുളിക കഴിച്ചില്ലയോ, മാനസിക ഹോസ്പിറ്റലിൽ പോയി, ആരോഗ്യ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും മോനെ, ഇതൊന്നും നടന്നില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ലോക്കൽ ഭാഷയിൽ കുറേ കാര്യം. നാട്ടിലുള്ള ഒത്തിരി പേര് വിളിച്ചു. അത് കർണാടക ഇലക്ഷനും വിളിച്ചു, ഈ ട്രംപിന്റെ കാര്യത്തിലും എന്നെ വിളിച്ചായിരുന്നു. നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ ഞാൻ നിന്ന ചർച്ചിനകത്ത് ഈ പാർട്ടിക്കാർ ചെന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ധൈര്യം ഉണ്ടായി. അപ്പം എൻ്റെ വീട്ടുകാരെല്ലാം പേടിച്ചു, എന്നെ തിരക്കി പാർട്ടിക്കാർ. അപ്പം പാസ്റ്റർ എങ്ങനെയോ എന്നെ കവർ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞ് അവർ ഒഴിവാക്കി വിട്ടു. അപ്പം എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എൻ്റെ നമ്പർ കൊടുക്കൂ, എൻ്റെ അഡ്രസ്സ് കൊടുക്കൂ, അവർ വരട്ടെ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വിശദമായിട്ട് സംസാരിക്കാം. അപ്പം അത്ര കോൺഫിഡൻസ് എന്തുകൊണ്ടായിരുന്നു. അപ്പം ഈ വീണ്ടും ട്രംപ്, ഞാൻ ഈ പേര് പറയാതെ പറയുന്നു, വീണ്ടും അമേരിക്കൻ ഭരണാധികാരി വീണ്ടും വൈറ്റ് ഹൗസിൻ്റെ പടവുകൾ കയറാൻ പോവുകയാണ്. ട്രംപറ്റ് ഊതും, ഞാൻ ആ ഒരു ശബ്ദമാണ് കൊടുത്തത്, ട്രംപറ്റ് ഊതുന്നത് പോലെ മനോഹരമായ നല്ല ഭരണം എന്ന കർത്താവിൻ്റെത് പറഞ്ഞത്. ഈ പല യുദ്ധങ്ങൾ ക്യാൻസലാക്കപ്പെടും, പിന്നെ ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണാണ് പെണ്ണ് അങ്ങനെ ഒരു ലെസ്ബിയൻ ആ സിസ്റ്റം ഒക്കെ ഇദ്ദേഹം ഒരു പരിധി വരെ നിർത്തലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു സാധ്യതയുമില്ല അമേരിക്കൻ പ്രസിഡന്റായി കാൻഡിഡേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാധ്യതകളെല്ലാം അവസാനിച്ച ഒരു സമയമായിരുന്നു. ഒന്നുമില്ല, എല്ലാം അടഞ്ഞു കിടക്കുക, അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഈ കർത്താവ് പറഞ്ഞ പോലെ ഞാൻ ഡെലിവറി ചെയ്തു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് ഇലക്ഷനൊക്കെ ആയി വന്നപ്പം അദ്ദേഹം ജയിച്ച് വീണ്ടും ആ പടവ് കയറി പോവുക. ഞാൻ എങ്ങനെയാണോ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ ദർശനം കണ്ടത് അതുപോലെ സംഭവം. അത് ഭയങ്കര വാർത്തയായി. ഈ കർണാടക ഇലക്ഷൻ്റെ സമയത്തും. കർണാടക ഇലക്ഷനിൽ എന്തോ സംഭവിച്ചത്? അന്ന് കർത്താവ് പറഞ്ഞ ഒരു കാഴ്ചയത്, അത് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. ഞാൻ ഇതുപോലെ പ്രയർ മാറ്റിനകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുറേ നേരം കണ്ടൊരു പൂ കാണുക, ലോട്ടസ് കാണുക, നല്ല ഉയർത്തി നിൽക്കുന്ന ലോട്ടസ്. അപ്പം ഈ ഒരു കൈ ഇങ്ങനെ വന്നിട്ട്, കൈ മാത്രം വന്നിട്ട് അതിനെ ഓടിച്ച് കളയുക, ഒരു കൈപ്പത്തി വന്നിട്ട്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഈ പൊയറ്റിക്കലി പറഞ്ഞു, കാവ്യാത്മകമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു പുഷ്പത്തെ, ഒരു പൂവിനെ ഒരു കൈപ്പത്തി വന്ന് ഒടിച്ചു കളയുന്ന പോലെ ഭരണമാറ്റങ്ങൾ കർണാടകയിൽ ഉണ്ടാകും. 2, ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന കൊടിയെ വലിച്ചു താഴ്ത്തി മറ്റൊരു കൊടി ഉയർന്നു വരും. ആ സമയത്ത് കർണാടക വേറൊരു ഭരിക്കുന്ന പാർട്ടിയുടെ പോക്കറ്റിനകത്തിരിക്കുക. അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സാധ്യതകൾ ഇല്ലായിരുന്നു, ഒട്ടുമില്ല. ആ സമയത്ത് ഭയങ്കര വിമർശനം ഉണ്ടായി. ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയത്. മരണഭീതി വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം UK ഒരു പ്രവാചകൻ വിളിച്ച് പറഞ്ഞു ഇത് കണ്ടിട്ട്, മോനെ നിനക്ക് മരണം സംഭവിച്ചാലും നീ ധൈര്യത്തോടെ ഇരിക്കണം, ഗോ ഹെഡ്. ഭയങ്കരമായിട്ട് എനിക്ക് മോട്ടിവേഷൻ തന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, മോളെ ഈ ശുശ്രൂഷ കൊണ്ട് എനിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും പറഞ്ഞു. അവള് ഇത് ഭയങ്കര ചിരിയോടെ പറഞ്ഞേ, തമാശയോടെ പറഞ്ഞേ, ലോകത്തോട് വിളിച്ച് പറയുന്ന ഒരു പ്രവാചകൻ്റെ വൈഫ്, ആ ഒരു ബഹുമതിയോടെ ഞാൻ അന്ത്യം വരെ ജീവിക്കും. തമാശ രൂപേണ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനകത്തൊരു ഭയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വേർഡ് എനിക്ക് കിട്ടി, നീ വാളായിൽ മരിക്കില്ല, നീ വാർദ്ധക്യം ചെന്നിട്ട് നീ നിദ്ര പ്രാപിക്കും. അങ്ങനെ ഒരു വേർഡ് കർത്താവിനോട് സംസാരിച്ചു. അപ്പം മനസ്സിലായി പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യത്തോട് പറയാം. അന്ന് രാത്രി ഇത് ഈ പ്രവചനങ്ങൾക്ക് പറയുന്ന രാത്രിയില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, പറയുമ്പോഴും
എൻ്റെ അകത്ത് ഭയങ്കര ഭയമാണ്. പെട്ടെന്ന് ഇത് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ കട്ട് ചെയ്യും. എൻ്റെ വൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്. വൈഫ് ഓഫ് ചെയ്ത് ഞാൻ പേടിക്കും. മോളെ ഞാൻ എന്തോ ഈ പറയുന്നേ, ഞാൻ അതിശയത്തോടെ ഞാൻ പറയുന്നത്. ഞാൻ കർത്താവ് പറഞ്ഞ സംഭവം ഞാൻ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നിൽക്കുമ്പോഴും മാനുഷികമായിട്ട് എൻ്റെ അകത്ത് ഭയമുണ്ട്. ഞാനെന്തോ ഈ പറയുന്നേ, നാളെ വിഷയം ഉണ്ടാവുമോ? വൈഫ് പറഞ്ഞ ഒറ്റ കാര്യം, വൈഫ് എന്നെ കാലിച്ചിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞ കാര്യം പറയണം, ആ ഉത്തരവാദിത്തം തീർക്കുക, ജോലി കഴിയുക, പെട്ടെന്ന് ഷൂട്ട് ചെയ്യും, ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ പറയുന്നത് മാനസികമായിട്ട് ഭയങ്കര ഭയം തോന്നും. എനിക്ക് ഒത്തിരി ചിന്തിച്ച ഓരോന്ന് ചെയ്യുന്നത്. ഒരു പെരുപ്പത്തിൽ കാണിക്കുന്നതല്ല ആക്ച്വലി ഇത്. കർത്താവിൻ്റെ ശബ്ദം ഡീകോഡ് ചെയ്ത് അതോ കർത്താവ് പറയുന്നത് തന്നെയാണോ എന്ന് പലവട്ടം ശോധന ചെയ്തിട്ട് ഓരോന്ന് പറയാം. പാസ്റ്റേഴ്സ് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ മോനെ ഇങ്ങനെ പറയില്ലെന്ന്? അതോ ചില ഇതുപോലെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, കുടുംബമായതുകൊണ്ടും ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാത്തത് കൊണ്ടും മോനെ പരിജ്ഞാനത്തോട് പറയുന്നെങ്കിൽ പരിജ്ഞാനത്തോട്, അല്ലെങ്കിൽ നീ പറയാതിരിക്കുന്നത് നല്ലത് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രവചനം ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? പെൻഡിങ്ങായി കിടപ്പുണ്ട്. ഞാൻ പറയുന്ന കർത്താവിൽ നിന്ന് പ്രാപിച്ച അടുത്ത ചോദ്യം, നടക്കാനുള്ള പ്രവചനം ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. 1-2 പ്രധാനപ്പെട്ടത് പറയാമോ? മോദി ഭരണത്തിൽ നിന്ന് വീഴുമെന്നും ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ഈ വ്യക്തി ഒരു കസേരയിരിക്കുക, പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇദ്ദേഹം തളർന്ന് മുന്നോട്ട് വീഴുന്നു. ഈ പ്രായമുള്ള വ്യക്തി തളർന്ന് മുന്നോട്ട് വീഴുന്നു. ഈ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ പുറകിൽ നിന്നാണ് വരുന്നത്, വന്നിട്ട് പിടിക്കുന്നു, അദ്ദേഹത്തെ മാറ്റി ഈ കസേരയിൽ ഇദ്ദേഹം കയറിയിരിക്കുക. പിന്നത്തിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രിയങ്ക ഗാന്ധിയെ കാണും. ഒരു സാരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണുക, പ്രാർത്ഥന സുബോധത്തോടെ കാണുക. ഇംഗ്ലീഷിലാണ് ഇൻ്റർവ്യൂ. ഒരു ലാവൻഡർ പോലത്തെ, ഒരു വയലറ്റ് പോലത്തെ ഒരു സാരി ഉടുത്ത് ഇൻ്റർവ്യൂവിന് കൊടുക്കുക. അത് ഹീസ് കമ്മിങ് ആഫ്റ്റർ ഹിസ് മാരേജ് എല്ലാം പറയുക. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹം ഭരണത്തിൽ കയറും. അപ്പോൾ ഓരോ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് പ്രിയങ്ക വരുമെന്നാണോ? അല്ല, പ്രിയങ്ക പറയാ ഹി ഈസ് കമ്മിങ്. ഓക്കെ, പ്രിയങ്ക പറയുക. പ്രിയങ്കയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ നേരിട്ട് കാണാം ദർശനത്തിൽ. അപ്പം കൺഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പം ഞാനിത് ഡെലിവറി ചെയ്തു. ഇത് എത്ര വർഷം മുമ്പ് പറഞ്ഞ? ഇത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അത് സംഭവിക്കാതെ വന്നപ്പോഴും എനിക്ക് ടെൻഷനൊന്നുമില്ല. കർത്താവ് പറഞ്ഞത് ഇദ്ദേഹം പൂർത്തീകരിക്കത്തില്ല. ഒരു കഥ എഴുതി, ഇങ്ങനെയാണ്, ഒരു കഥ എഴുതി പകുതിയാകുമ്പോൾ പേനയുടെ മഷി തീരുന്നത് പോലെ അവസാനിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ദാരുണമായ ഒരു അവസ്ഥയും കൂടെ കർത്താവിനെ കാണിച്ചു. 3 ദിവസം അവധി കൊടുക്കത്തക്കമില്ല. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ ജനം നോക്കിക്കൊണ്ടിരിക്കുക, ഇത് എപ്പോഴും സംഭവിക്കും. മാത്രമല്ല വേറൊരു വിഭാഗം നമുക്കെതിരായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊന്നും എനിക്ക് ഇപ്പോൾ യേശുന്നേ ഇല്ല. ദൈവം പറയുന്നത് പറഞ്ഞു ചെയ്യുന്നതും ചെയ്യാത്തതും ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരാളെ ഇറക്കുന്നതും കയറ്റുന്നതും ദൈവത്തിന്, ഒരാളെ വാഴിക്കുന്നതും ഒരാളെ ഇറക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പം ഭരണമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ദൈവം കാണിക്കുന്നത് പോലെ ഞാൻ പറയുന്നതെന്നല്ലാതെ എനിക്ക് വേറെ ഒരു കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ. ലാസ്റ്റ് പറഞ്ഞ പ്രവചനം ഏതാ ടെലികാസ്റ്റ് ചെയ്തത്? ഈ ചുരുടുകൾ ദൈവം അഴിക്കും. പണം, ഭരണം, സ്വർണം എന്ന ട്രയാങ്കിൾ സിസ്റ്റം, ഇലുമിനാറ്റിയാണ്. ട്രയാങ്കിൾ സിസ്റ്റത്തിൽ ഈ ലോകത്തെ ഒറ്റ കൈകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണം 2025 ഡിസംബർ മാസം പൂർണ്ണചന്ദ്രൻ ഉദിച്ച് അവസാനിക്കുന്നതിന് മുൻപ് അതിൻ്റെ ചുവട് വെക്കും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആരംഭം. ഇപ്പോൾ ഒരു ഫയൽ പുറത്തു വന്നായിരുന്നു, എപ്സ്റ്റീൻ ഫയൽ. അതുമായി ബന്ധപ്പെട്ട സംഭവം. പക്ഷേ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല.
നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീക്രട്ട് സൊസൈറ്റി ഓർഗനൈസേഷൻ. ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ രഹസ്യ അജണ്ടകളോ ഇതിൻ്റെ രഹസ്യമായ പദ്ധതികളോ ഒന്നും എനിക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലോകത്തെ മുഴുവനും സകല പ്രസിഡന്റുമാരെയും സകല രാജാക്കന്മാരെയും ഭരിക്കുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റം, കൺട്രോൾ പോയിന്റാണ് അത് ഇപ്പം സുതാര്യമായിട്ട് പുറത്തു വരും. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ചെറുപ്പക്കാരെ മുഴുവൻ ഫോക്കസ് ചെയ്ത് അവരുടെ കളിപ്പാവകളാക്കും. ആദ്യം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. ഇപ്പോഴത്തെ എല്ലാ സിസ്റ്റങ്ങളും മൊബൈൽ സിസ്റ്റങ്ങൾ, ഇപ്പം ഇലക്ട്രോണിക് വാച്ചുകൾ, ഡിജിറ്റൽ വാച്ചുകൾ, നമ്മുടെ എല്ലാ ടെക്നോളജികളും ചെറുപ്പക്കാരന്മാരുടെ ആകർഷിക്കത്തക്ക നിലയില്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിതിനകത്തായി കഴിഞ്ഞു എന്നവർക്ക് ഉറപ്പായാൽ അവരുടെ കൺട്രോളിലാണ് നമ്മൾ. ഇപ്പം ഡിജിറ്റൽ വാച്ച്, നമ്മുടെ ഹാർട്ട് ബീറ്റ് വരെ അവരുടെ റെക്കോർഡിങ്ങിലുണ്ട്. നമ്മുടെ സ്റ്റെപ്പ്, നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര മണിക്ക് കിടക്കും, എത്ര ഒരു ഫുഡ് കഴിക്കും, കലറി വരെ, കലോറി, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം അവരുടെ ഇപ്പോൾ ഡാറ്റ ഒരു പ്രധാനപ്പെട്ട ഘടകം അവരുടെ കയ്യിലായത്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഇതാണ്, ആദ്യം ഭയങ്കര ആകർഷണം, പിന്നത്തേതിൽ ഇത് കാഞ്ഞിരും പോലെ കഴിക്കും. ആ സമയത്താണ് തിരിച്ചറിയുന്നത് നമ്മൾ പെട്ടു എന്നുള്ളത്. ഈ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുന്ന കാലഘട്ടം വരും എന്ന് പറയുന്നത് അക്ഷരികാരത്തിൽ പിന്നെ നമ്മുടെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകനും വരും എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ അത് ഡിഫൈൻ ചെയ്ത് അറിയാൻ ഉള്ള ഒരു കൃപാവരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിവേചന വരം എന്നുള്ളൊരു കൃപാദാനത്തെക്കുറിച്ച്. പക്ഷെ അതില്ലെങ്കിൽ നമുക്കിനി പാടായിരിക്കും. പക്ഷേ ഇപ്പം ഈ ട്രയാങ്കിൾ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന സീക്രട്ട് സൊസൈറ്റി ഓർഗനൈസേഷൻ ഈ 2026 പകുതിയോടെ ലോകമെമ്പാടും ഇത് വ്യാപിക്കും. ഇന്ത്യ അതിനകത്തൊരു ഭാഗമാണ് ആണ്. ഓക്കെ, ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഖനം കൂടും കുറയും, ഖനം കൂടും, ഇങ്ങനെ വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫ്ലൈറ്റുകളൊക്കെ നിന്ന് പോകും, അല്ലെങ്കിൽ വ്യോമപാതയെല്ലാം അടയ്ക്കും, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് യുദ്ധം എന്നുള്ള മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അമേരിക്ക, അല്ലെങ്കിൽ ഇറാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ, അല്ലെങ്കിൽ ഇറാൻ, ഈ 3 ഭാഗങ്ങളിൽ മാത്രമേ അടയ്ക്കാൻ സാധ്യതകളുള്ളൂ. യുദ്ധം ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ട് സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ് വ്യോമസേന അടയ്ക്കുക എന്നുള്ളത്. പക്ഷെ ലോകം മുഴുവൻ അടയ്ക്കണമെന്നില്ല. സകല വിമാനത്താവളങ്ങളും കൂട്ടത്തോടെ അടയ്ക്കുമെന്ന് കർത്താവ് പറയുന്നത്. ഒന്നെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അടയ്ക്കാൻ മതി. മസ്കറ്റ് അടയ്ക്കണമെന്നില്ല, ദുബായ് അടയ്ക്കണമെന്നില്ല, കുവൈറ്റ് അടയ്ക്കണമെന്നില്ല, ഖത്തർ അടയ്ക്കണമെന്നില്ല. പക്ഷേ ഇതിലെല്ലാം അടഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ ഈ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നടക്കാൻ പോകുന്ന പ്രവചനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ ഇന്ത്യയിലെ ഭരണമാറ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൻ്റെ ഇലക്ഷൻ നടക്കാൻ പോവുക. ഓക്കെ, എന്തെങ്കിലും പ്രവചനമുണ്ടോ? അത് ഞാൻ ഇരിക്കാൻ പോകുന്നതേ ഉള്ളൂ. വന്നില്ല, കിട്ടിയിട്ടില്ല. അത് ഓൺ ദ വേ. ഓക്കെ, ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കേരളത്തിൽ ക്രൈസ്തവ സഭകളെക്കുറിച്ച് കർത്താവിന് ഭയങ്കര സ്വപ്നമുണ്ട്. ലോകത്തിലുള്ള സകല സഭകളെക്കാളും ഏറ്റവും കൂടുതൽ സ്വപ്നമുള്ളത് കേരളത്തിലെ മലയാളി ചർച്ചിനോടാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ കളിത്തട്ടായി മാറിയിരിക്കുന്നത്. എല്ലാ സഭകളിലും ഇടർച്ചകളും അനൈക്യതകളും തമ്മിത്തല്ലുകളും ഈഗോസും ഒതുക്കലും പിടിച്ചമർത്തലും എല്ലാം വിഭാഗീയതകളും ഉണ്ടാകുന്ന ഒരു, ഞാൻ ഓപ്പണായിട്ട് പറയുന്നതിന് കേരളത്തില് മറുവശം ലോകത്തിലെ എല്ലാ ഉണർവിലും ഒരു മലയാളി പാസ്റ്ററുണ്ട്. എന്തിന് ലോകത്ത് വേണ്ട, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉണർവ് കൊണ്ടുവന്ന ഒരു മലയാളി പാസ്റ്ററിന്റെ കയ്യിലാണ് അല്ലേ. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട മിഷണറിമാർ അല്ലെങ്കിൽ സുവിശേഷകരാണ് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഉണർവ് കൊണ്ടുവന്നിരിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നത്, സുവിശേഷം അറിയിച്ചിരിക്കുന്നത്. അപ്പം
ഇവർ തന്നെയാണ് ഇപ്പം ഗസ്റ്റ്, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഗസ്റ്റായിട്ട് പോകുന്നവരാ മലയാളികളാണ്. ഒരു നിശ്ചിത ശതമാനം അവിടെ ഉണ്ട്. വലിയ വലിയ അഭിഷിക്തന്മാർ, ലോകത്തിലെ വിറപ്പിക്കുന്ന അഭിഷിക്തന്മാർ ഉണ്ടെങ്കിലും യാത്ര ചെയ്യുന്നത് മലയാളികളാണ്. മലയാളി ചർച്ച ആയിരിക്കാം, പക്ഷേ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. ഈ ലോകം മുഴുവനും മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല. ആ സ്ഥലങ്ങളിലെല്ലാം ഒരു അഭിഷിക്തൻ കാണും, അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ്റെ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി കാണും. ദൈവം തമാശയ്ക്ക് ഒരു സ്ഥലത്ത് അഭിഷേകം പ്രാപിച്ച ഒരാളെ അയക്കത്തില്ല, ഒരു പദ്ധതി കൊണ്ട് വേണ്ടി മാത്രമേ അയക്കത്തുള്ളൂ. ഈ കേരളം സംബന്ധിച്ച് ഈ വരുന്ന വർഷങ്ങളിൽ ഒരു അസാധാരണ മാസീവായിട്ടുള്ളൊരു റിവൈവൽ നടക്കാൻ പോവുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വളരെ ഭയത്തോടും താല്പര്യമില്ലാതെ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാം. ഇപ്പം മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പലരും, അതായത് ആ ഒരു കോണ്ടസ്റ്റിൽ എടുക്കാവുള്ളൂ, പണ്ടെങ്ങോ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മൈലേജിൽ, ആ പരിചയത്തിൽ, എന്നാൽ ദൈവികമായ ബന്ധങ്ങളോ വിശുദ്ധ ജീവിതമോ ഇല്ലാതെ, വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിക്കൊടുക്കരുത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാം അശുദ്ധി തന്നെ, അങ്ങനെ പോകുന്ന ഒരു കൂട്ടം മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളെ ദൈവം താഴോട്ടെന്ന് ഒന്ന് ഡൗൺ ചെയ്ത് നിർത്തും. സ്റ്റെപ്പ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. എന്നാൽ ഒരു കൂട്ടം അഭിഷിക്തന്മാരെ റെസ്റ്റിലേക്ക് മാറ്റും. ഇത്രയും നാൾ അവർ ശുശ്രൂഷിച്ചതിൻ്റെയൊക്കെ ഒരു റെസ്റ്റ് എന്ന വണ്ണം പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും, എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവസഭയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടങ്ങളെല്ലാം കുറച്ച് നിർത്തും. ഈ സമയത്ത് ഒരു കൂട്ടം യൗവനക്കാർ, അടുത്തൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കും. അതൊരു മഴ പെയ്യുന്നത് പോലെ, ഇടി വെട്ടുന്നത് പോലെയായിരിക്കും അവരുടെ വരവ്. ബൈബിളിൽ ഒരു പുള്ളി പോലും തെറ്റാതെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നം തിരിച്ചറിഞ്ഞ് ആത്മമണ്ഡലത്തെ തുറന്നു കയറിയ ഒരു തലമുറ. അത് ഞാനിപ്പോൾ പറയുമ്പോഴും പല ഭാഗങ്ങളിൽ ആ ടീം കത്തിക്കൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒത്തിരി ടീമുകളുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. മലയാളികൾ കേരളത്തിൽ തന്നെയുണ്ട്, പല പർവ്വതങ്ങളിൽ, മലകളിൽ, അല്ലെങ്കിൽ ദൈവസഭകളിൽ, പ്രാർത്ഥനാ മുറികളിൽ, പിന്നെ ഈ കേരളം വിട്ട് പല സംസ്ഥാനങ്ങളിലും മലകളിൽ ഉയർന്ന സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. ഈ തലമുറയുടെ പ്രത്യേകത, ഇപ്പം ഞാൻ ഈ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പം എല്ലാവരും ചിന്ത പുതിയ പിള്ളേരാണെന്ന് അല്ല. പ്രായമുള്ള 80 വയസ്സായ ആളുകളും അതിനകത്ത് കാണും, മനുഷ്യരും അതിനകത്തുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ സമയങ്ങളിൽ കർത്താവ് പറഞ്ഞത് ആത്മമണ്ഡലത്തിലെ കലണ്ടർ അനുസരിച്ച്, ഇതാരും പറഞ്ഞു കാണത്തില്ല, ആത്മമണ്ഡലത്തിലെ കലണ്ടർ അനുസരിച്ച് 2026 എന്ന വർഷത്തിൻ്റെ തുടക്കം ജനുവരിയിലല്ലായിരുന്നു, ഫെബ്രുവരി മാസം 1-ാം തീയതിയായിരുന്നു. ഈ 2026 ഫെബ്രുവരി മാസം 28 ദിവസം, ഈ 28 ദിവസത്തിനകത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ അവൈലബിൾ ആയിരിക്കുന്ന, തീ കത്താൻ, കത്തിപ്പടരാൻ തീക്ഷ്ണതയോടെ ഇരിക്കുന്ന, വിശുദ്ധിയോടെ ഇരിക്കുന്ന ഒരു കൂട്ടം. ഈ ഒരു കൂട്ടത്തെയാണ് ഇനി അടുത്ത 4 വർഷം ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഫെബ്രുവരി മാസം കയറാത്തവരെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഫെബ്രുവരി മാസം ദൈവം ഫോക്കസ് ചെയ്ത് പറഞ്ഞു, ഈ ഫെബ്രുവരി മാസത്തിൽ ചിലരുടെ മേലെ ഞാനൊരു പാക്കേജ് തുറക്കാൻ പോവാം. അത് എല്ലാ ആയുധങ്ങളും ഉള്ള ഒരു ആയുധപ്പുരയായിരിക്കാം, അല്ലെങ്കിൽ സകല കൃപാവരങ്ങളും യൂസ് ചെയ്യാനുള്ള ഒരു വലിയൊരു പാക്കേജ് ആയിരിക്കാം. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇരിക്കുന്നവരുടെ മേലാണ് ഇത് തുറക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ലോകമെമ്പാടും മലയാളികളായാലും പുറത്തുള്ള ആൾക്കാരായാലും ഫെബ്രുവരി മാസം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥനകൾ കണ്ടക്ട് ചെയ്യും, മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥനകൾ കണ്ടക്ട് ചെയ്യും, പല ആക്ടിവിറ്റീസ് സ്പിരിച്വലി ഫാസ്റ്റിങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇരിക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, കർത്താവിനോട് സംസാരിച്ചത്, ഈ വരുന്ന 4 വർഷം നിർണായകമാണ്. ഇനി ഈ ഫെബ്രുവരി മാസം 1 ഞായറാഴ്ച, മാർച്ച് മാസം 1 ഞായറാഴ്ച, ഈ മാസങ്ങൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഭയങ്കര അഴിച്ചുകൊണ്ടുള്ള ദൈവസഭകൾ ഉണ്ടാകാൻ പോവാം. അനൈക്യതകൾ ദൈവം മാറ്റും, ഈഗോ എടുത്ത് കളയും, ഈ ഇടർച്ച ഉണ്ടാക്കുന്നവരെ ദൈവം നിലയിൽ നിന്ന് മായ്ച്ചു കളയും. അങ്ങനെ ഒരു കൂടുതൽ ഫോക്കസ് തിരുവല്ലയുമായി ബന്ധപ്പെട്ട് ദൈവം പോയിന്റ് തിരുവല്ലയിലാണ്.
എന്നാൽ ട്രിവാൻഡ്രം മുതൽ കർണാടക വരെ, ട്രിവാൻഡ്രം ടു കർണാടക വരെ ദൈവം ഒരു പോർഷനാക്കി, ഒരു ഭാഗമായിട്ട് മാറ്റി ഇവിടെ നിന്നാണ് അതിന് കത്തിപ്പടരാൻ പോകുന്നത്. എന്നാൽ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും മലയാളിയുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകും. കേരളത്തിലെ പ്രവാചകനായ ശക്തനായ പ്രവാചകനായ വാര്യപുരം യോനാച്ചൻ പറഞ്ഞ ആ പ്രവചനം നിവർത്തി ഈ ദിവസങ്ങളെ സംഭവിക്കാൻ പോകുന്നത്. അതായത് വടക്ക് നിന്നൊരു വാള് പുറപ്പെടും, തെക്ക് നിന്നൊരു തീ ആ വാളിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ പിടിച്ചടക്കും, ദഹിപ്പിച്ച് കളയും. ആ ഒരു തീ കത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഇനി ഒരു ഉണർവിന് വേണ്ടി കേരളം കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ദൈവസഭകൾ ഒന്നാകണം, ഒരു കൊടിക്കീഴിൽ വരണം. സമയമില്ല. കർത്താവോട് പറഞ്ഞിട്ട് കാര്യം, ഞാൻ എൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കും. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ദൈവം എന്തിനോ വേണ്ടി ധൃതി കാണിക്കുക. ഉണർവാണോ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഇനി ചെയ്തെടുക്കാനുള്ള, നമ്മളിലൂടെ ചെയ്തെടുക്കാനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധൃതി അതിൻ്റെ പ്രാർത്ഥനയിൽ അത് അറിയാൻ പറ്റും. പാസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വെപ്രാളം ഉണ്ടാകും, എനിക്ക് ഭയങ്കര ധൃതി തോന്നും. അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, ഇത് പറയണം. ഇപ്പം ഞാൻ ഇപ്പോൾ ചർച്ച് മിനിസ്റ്ററും കൂടെ ആയപ്പം ചർച്ച് മിനിസ്ട്രി ദൈവജനത്തിന് കൊടുക്കേണ്ട വചനം ഭക്ഷണം റെഡിയാക്കണം, ലോകരാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം റെഡിയാക്കണം, ദൈവശബ്ദം റെഡിയാക്കണം, കുടുംബത്തിനോട് സ്പെൻഡ് ചെയ്യണം. എല്ലാം കൂടെ എനിക്ക് 24 hours തികയുന്നില്ല. ഇത് എനിക്ക് മാത്രമല്ല, ഇപ്പോൾ വിശുദ്ധിയുടെ വേർപാടോടെ നിൽക്കുന്ന സകല അഭിഷിക്തന്മാരും നേരിടുന്ന പ്രശ്നമാണ്. ചിനി പാസ്റ്റർ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പാസ്റ്റർ അന്ന് വെപ്രാളപ്പെടുമ്പോൾ ഞാൻ പാസ്റ്റർ എന്നോട് ചോദിക്കും, ഉറങ്ങാൻ എന്തെങ്കിലും ടെക്നിക്കുണ്ടോ? ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഉറക്കമാണ്. ഞാൻ റിലാക്സ് ചെയ്ത് ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേക്കുമ്പോൾ പറയും, നിൻ്റെ ഉറക്കം കണ്ട എനിക്ക് കൊതിയാവുന്നു, ഞാൻ ഉറങ്ങിയിട്ട് എത്രയും നാളായി. ഞാൻ പറയും, എന്താ ഉറങ്ങാത്തേ? ഞാൻ ഉറങ്ങുമ്പം നല്ലൊരു സ്ഥലത്ത്, റിലാക്സ് ആയ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ ഇമാജിൻ ചെയ്യാൻ കണ്ണടയ്ക്കുമ്പം അടുത്തത് എന്ത് ചെയ്യണമെന്ന് അകത്ത് പരിശുദ്ധാത്മാവ് അതിന് ഉറക്കം നഷ്ടപ്പെടും. രാത്രികൾ ലീഡേഴ്സിനെ വിളിക്കും, ഞങ്ങളെല്ലാവരെയും വിളിക്കും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൃതി കണ്ടപ്പം പാസ്റ്റ് എന്തെങ്കിലും ധൃതി അന്ന് ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയും. എൻ്റെ ലൈഫിൽ ഒരു മിനിസ്ട്രി കയറിയപ്പോൾ കർത്താവ് ഒരു ഉത്തരവാദിത്വം മിനിസ്ട്രിയിൽ തന്നപ്പോൾ മനസ്സിലായി. ഇപ്പം ടിനുവായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരക്കാണ്, ഞാനും തിരക്കാണ്. ബന്ധം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് മാറിയ ശേഷം സംസാരിക്കുമായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? അവിടുന്ന് മാറിയിട്ടിപ്പം 2 വർഷം 2.5 വർഷമാകുന്നു. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. അദ്ദേഹം എന്നോടത്ത് ഇടയ്ക്ക് പറയുമായിരുന്നു, നിനക്ക് മിനിസ്ട്രി ഉണ്ട്, നിനക്കെന്ന് പറഞ്ഞാൽ അത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാകും, നിനക്കൊരു മിനിസ്ട്രി ഉണ്ടെന്ന് ദൈവം നിനക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നീ പോക്കണം, നീ പോകണം. അദ്ദേഹം പഠിപ്പിക്കുന്നത് തന്നെ പ്രീച്ച് ചെയ്യണം, ഗോസ്പൽ അറിയിക്കണം. അന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ കംഫർട്ട് സോണിലാണ് ആക്ച്വലി. 3 വർഷം അവിടെ ഇരുന്ന്, എന്നിട്ട് ഞാൻ മാറിയില്ല, പോയില്ല. ഇപ്പം ഞാൻ കീബോർഡ് വായിക്കാനും പാടാനും വർഷിപ്പിൻ്റെ ആ ടീമിനെ ഗൈഡ് ചെയ്യാനൊക്കെ എൻ്റെ കുറച്ച് പിള്ളേരെ ഞാൻ ഗൈഡ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച നിനക്ക് മീറ്റിംഗ് കിട്ടിയാലും നീ പോക്കോ, ഞങ്ങളൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ഞാൻ പോകുന്നുണ്ട്, അങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ വായിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ അവരെ ട്രെയിൻ ചെയ്തു. ഞാൻ കസേരയിൽ ഇരുന്നിട്ട് അവരെ വർഷിപ്പിനകത്ത് കയറ്റി, പാസ്റ്റർ കയറുമ്പോൾ മാത്രം ഞാൻ സ്റ്റേജിൽ കയറുന്നു. അങ്ങനെ ഒരു കുറച്ച് നാൾ കർത്താവ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി, ദിസ് ഈസ് യുവർ ടൈമായി ഇറങ്ങിക്കും. ഞാൻ പല പ്രാവശ്യം 1 വർഷത്തോളം ഞാൻ പിടിച്ചു ഇറങ്ങാതെ, അവസാനം ദൈവത്തെ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് ഫാമിലിയായിട്ട് സെറ്റിലാകാൻ പ്ലാൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞു. ഞാൻ കുഞ്ഞുമായിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ഒരു 3 മണി കുഞ്ഞുമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ, വൈഫ് കിടന്നുറങ്ങും, ഞാൻ കട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളൊരു പാളിപ്പോകുന്നൊരു ശബ്ദം കേൾക്കുക, ഐ വിൽ ഓപ്പൺ ഡോർ വിച്ച് നോ വൺ ക്യാൻ ഷട്ട്. ഞാൻ നിനക്കൊരു ഡോർ തുറക്കാൻ പോവാം, ആർക്കും അടച്ചുകൂടാ. ഈ ശബ്ദം കേട്ടു. ഈ ശബ്ദത്തിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല.
2-3 ദിവസം ഞാനിതുപോലെ വ്യസനിച്ചിരുന്നു പറഞ്ഞല്ലേ, പ്രവാചകന്മാർ വ്യസനിച്ചിരുന്ന പോലെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. വേറെ എന്തോ ഒരു വഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് വിശ്വസ്തതയുള്ള ഒരു വിശ്വാസം ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്നൊരു പ്രവാചകൻ, ആ പ്രവാചകനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമൊന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ദൈവശബ്ദം കേട്ടു, അത് എനിക്ക് കിട്ടണം, കൺഫർമേഷൻ കിട്ടണം. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് പറയും, നിൻ്റെ മുമ്പിൽ ഒരു ഫയൽ തുറക്കാൻ പോവാണ്, നീ ഒപ്പിട്ട് സ്വീകരിക്കണം. എന്തോന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ബ്ലാങ്കറ്റ് ഓഫ് ഗ്ലോറിയിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇതിൻ്റെ പുറകിലിരുന്നു. ഈ പ്രവാചകൻ 45 മിനിറ്റോളം എന്നോട് പ്രവചിക്കുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് വരാൻ വേണ്ടി കാത്തിരിക്കുക. മറ്റതൊക്കെ ഞാൻ ആമയം പറഞ്ഞ് മാറ്റുക. ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിൻ്റെ മുമ്പിൽ ഞാനൊരു ഫയൽ നീട്ടും. 2024 ഡിസംബർ മാസം 28 അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി. ഇതിനു മുമ്പിൽ ഈ ഫയൽ നീ തുറന്നില്ലെങ്കിൽ ഈ ഫയൽ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കും, നിന്നെ മറ്റൊരു രാജ്യത്ത് ഞാൻ പാർപ്പിക്കും. രണ്ടായാലും ദോഷമില്ല. ഫയൽ എടുത്തില്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കത്തേ ഉള്ളൂ. മനസ്സിലായി. ഞാൻ പോകാനിരുന്ന രാജ്യത്തിന് താമസിക്കാം. ഇത് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റൊരു പ്രവാചകൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന പ്രവാചകനെ, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു ഫയൽ നീട്ടുന്നു, അത് വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു പ്രവചനം രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. ഒരു റോഡ് സൈഡിൽ എന്നെ വണ്ടി ഒതുക്കൂ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് ശബ്ദം. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഈ ദേശത്ത് ഞാനിപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന അടൂർ ദേശത്ത് എനിക്കൊരു ഉണർവ് നിന്നിലൂടെ ചെയ്യാനുണ്ട്, ഒരു പദ്ധതി എനിക്കുണ്ട്. ആ സമയത്ത് ഞാൻ റെഡിയായിരിക്കുക പാന്. അപ്പോൾ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല പാസ്റ്ററായിട്ട് ഒരു സഭയിൽ പാസ്റ്ററായിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തൊരു പ്രോജക്റ്റ് ദൈവം എന്നെ ഏൽപ്പിക്കുക. ആ സമയത്ത് ഹോളില്ല, ആരെയും പരിചയമില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല, കീബോർഡില്ല, കീബോർഡിസ്റ്റ് ഇല്ല, ആരുമില്ല. കർത്താവ് പറഞ്ഞ് തുടങ്ങുക. 2024 ഡിസംബർ മാസം 18 തീയതിയോ ഞാൻ ഈ ശബ്ദം കേൾക്കുക. ആ സമയങ്ങളിലൊക്കെ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുക, എല്ലായിടത്തും കരോടും പരിപാടി എല്ലായിടും ഇങ്ങനെ തയ്യാറായി നിൽക്കുക. ഹോളില്ല, വീടില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുക, എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ അമ്മായപ്പൻ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ, മോനെ ഒരു ഫെലോഷിപ്പ് നടത്താൻ, ഒരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹമുണ്ട്, ബിൽഡിംഗ് ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു 8 വർഷം അടയ്ക്കാതെ, അല്ല 8 വർഷം തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു 5 മുറി കടയാണ്, ഹോളായിട്ട് കിടപ്പുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പാനുവൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു, ഇങ്ങനെ പറഞ്ഞു, ഡിക്ലെയർ ചെയ്തു, 2024 ഡിസംബർ മാസം 28 വൈകിട്ട് 5 മണിക്ക് ഞങ്ങളൊരു ചെറുപ്പക്കാർ മാത്രം കൂടുന്ന ഒരു ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, ട്രിനിറ്റി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഈ ട്രിനിറ്റിയുടെ പേരും കർത്താവിനെ കാണിച്ചിരുന്നതാണ്. അതൊരു വേറൊരു ഇൻസിഡൻ്റ്. ഞാൻ ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് ഈ ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടില്ല, കയറിയിട്ടില്ല, ചെറുപ്പക്കാരായാലും ഇല്ല, കൂടിയില്ല, പിന്നെ കീബോർഡില്ല, ഗിറ്റാറില്ല, ഒന്നും ഒരു സാധനമില്ല. 26 തീയതിയാണ് എനിക്ക് ചാവി കിട്ടുന്നത്. 25 തീയതി രാത്രിയാണ് എനിക്ക് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചാവി കിട്ടുന്നത്. അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞൊരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രായമുള്ളൊരു മനുഷ്യന് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം എറണാകുളം ആ സൈഡിലൊക്കെ പോയി യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീ ഉള്ളത് കൊണ്ടുവന്ന് നോക്കുമ്പം എല്ലാം പാർട്ടിഷൻ ചെയ്തിട്ടിരിക്കുന്ന മുറികളാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിറാഫ് ആനയില്ലാതെ ബാക്കി എല്ലാം അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു 5-8 വർഷം അടഞ്ഞു കിടന്നൊരു സ്ഥലം. 2 ദിവസം കൊണ്ട് എല്ലാം. അപ്പോൾ ആ സമയത്ത് ഞാൻ സൗണ്ട് സിസ്റ്റം കൊട്ടാരക്കര എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം നടത്തുന്ന ഒരാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് എനിക്ക് 2 മണിക്കൂർ നേരത്തേക്ക് സിസ്റ്റം വേണം. കീബോർഡ് ട്രിവാൻഡ്രത്ത് ഒരു ചർച്ച വിളിച്ച് ട്രിവാൻഡ്രത്ത് പോയിട്ട് രാവിലെ ഞാൻ അവിടെ മിനിസ്റ്റർ ചെയ്യാം, വൈകിട്ട് കീബോർഡ് തന്നാൽ മതി, പിറ്റേന്ന് ഞാൻ കീബോർഡ് തിരിച്ചു തന്നോളാം. എല്ലാം അറേഞ്ച് ചെയ്തു, ലൈറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്ത് നിൽക്കുക. കർത്താവ് ഇതിനിടയ്ക്ക് സംസാരിക്കുക, മറ്റൊരാൾ ഉപയോഗിച്ച ഒരു തുണ്ട് വയറ് പോലും ഈ ഹോളിൽ കൊണ്ട് കയറില്ല, എല്ലാം ക്യാൻസൽ ചെയ്തു. ഓൾറെഡി വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ, മോനെ വീഡിയോ കണ്ട് നല്ല കാര്യം, ഉണർവ് നടക്കട്ടെ, കാര്യങ്ങളെല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞു ഒന്നും റെഡി ആയിട്ടില്ല. എന്തൊക്കെയില്ല? ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളില്ല. ഓക്കെ,
കീബോർഡ് ഞാൻ മേടിച്ചു തരാം, അടുത്തൊരാൾ വിളിക്കുക സൗണ്ട് സിസ്റ്റം ഞാൻ പകുതി വിലയ്ക്ക് തരാം, മൂന്നാമത്തെ ആൾ വിളിച്ച് പറയാം ഞാൻ മേടിച്ച എല്ലാ ഓരോ രാജ്യക്കാരാണ്, ഓരോ സ്ഥലത്തു നിന്ന് വിളിക്കുക. സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഞാൻ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് മേടിച്ച വാങ്ങിയ ഒരു മൈക്കുണ്ട്, നല്ല വിലയുള്ളതാണ്, പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഷ്യാമിന് തരാൻ, മിനിസ്ട്രിക്ക് വേണ്ടി തരാൻ. അദ്ദേഹം ഒരു 5 ദിവസത്തിന് ഇന്ത്യയിൽ വരുന്നുണ്ട്. അദ്ദേഹം വന്നു മൈക്ക് തന്ന് കൈമാറിയിട്ട് പോയി. അതേ ചർച്ചിലൊരു പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം ജോലി ചെയ്യുക, അദ്ദേഹം പറയുകയാണ് എനിക്ക് ജോലി ചെയ്തിട്ട് എനിക്ക് സ്വസ്ഥതയില്ല, ഷ്യാമിനെ വിളിക്കണം എന്നൊരു ഭയങ്കര ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കുക, ഷ്യാമെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു ആവശ്യം അങ്ങനെ ആയിട്ടില്ല, ചർച്ച ഇങ്ങനെ തുടങ്ങാൻ പോവാ, അതിനും എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞപ്പം മാറ്റ് മേടിക്കാൻ ഇങ്ങനെ വില ചോദിക്കാൻ പോകാന്ന് പറഞ്ഞു. എത്ര രൂപയാണെന്നെങ്കിലും കുഴപ്പമില്ല, ചർച്ച് മുഴുവനും മാറ്റിട്ട് ഭംഗിയാക്കിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചാൽ പൊക്കോ, അവിടെ ചെന്ന് ബില്ല് അയച്ചെന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോന്നായിട്ട് ഒറ്റ പ്രാർത്ഥന ഇടയ്ക്ക് പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ആവശ്യമാണ്, ഇത് അങ്ങയുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യം ഫാമിലിയായിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ, ഇത് അങ്ങയുടെ പദ്ധതി ആയതുകൊണ്ടും അങ്ങയുടെ ഇഷ്ടമായതുകൊണ്ടും അങ്ങയുടെ ആവശ്യമായതുകൊണ്ടും അങ്ങ് പ്രൊവൈഡ് ചെയ്യണം സകലതും. എൻ്റെ കയ്യിലൊന്നുമില്ല. 2025 ഡിസംബർ മാസം 28 വൈകിട്ട് 5 മണിയായപ്പോൾ ഈ ഓണർ, പാനവിരൽ കോംപ്ലക്സിൻ്റെ ഓണർ ആ മീറ്റിങ്ങിൽ ഞാൻ ക്ഷണിച്ചായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഞങ്ങളുടെ ബിൽഡിംഗ് ആണോ ഇത്, സ്റ്റുഡിയോ പോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോയത്. പെന്തക്കോസ്തുകാരനല്ല, സ്ഥാനപ്പെട്ട വ്യക്തിയല്ല പറയാം, മോനെ ദേശത്തിൽ ഉണർവ് കാണണം, എനിക്ക് അത്ര കണ്ടാൽ മതി, നീ മറ്റൊന്നും എനിക്ക് തരണ്ട. അങ്ങനെ തുടങ്ങിയതാണ് ട്രിനിറ്റി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഇതെല്ലാം ഈ പ്രവചനത്തിൻ്റെ മണ്ഡലങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളോട് മാത്രമല്ല, എൻ്റെ മിനിസ്ട്രിയും അല്ലെങ്കിൽ ദേശങ്ങളുടെ കാര്യങ്ങളും ഈ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കർത്താവ് ഇതിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോൾ പറയുന്നത്, എനിക്കറിയാം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കത്തില്ലെന്നറിയാം, ഏറ്റെടുക്കത്തില്ലെന്നറിയാം, കളിയാക്കാൻ മാത്രം, ബേർഡ് കമൻസ് അയക്കാൻ മാത്രമേ ഇവരുടെ കൈ ചലിക്കത്തുള്ളൂ, നാവ് ചലിക്കത്തുള്ളൂ എന്ന് അറിയാം. എന്നിട്ടും കർത്താവിനെ ഭയന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, കർത്താവിൻ്റെ ദാസൻ ശ്യാം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ അത് നിറവേറിയതുണ്ട്, നിറവേറാനുള്ളതുണ്ട്. പലതും നമുക്ക് അസ്വാഭാവികമായി തോന്നിയേക്കാം. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവർ പറയുന്ന വാക്കുകൾ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് തമാശയായി തോന്നിയവരുണ്ട്, അതിനെ അംഗീകരിക്കാൻ പറ്റാഞ്ഞവരുണ്ട്, അതിനെ എതിർത്തവരുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. ഒരു പ്രവാചകൻ്റെ ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രവചന വാക്കുകളുടെ നിറവേറൽ വരെ അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ശ്യാമിൻ്റെ പ്രവചനങ്ങൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന വിഷയങ്ങൾ അതൊക്കെ നിറവേറുന്നത് വരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം യാഥാർത്ഥ്യമായി അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇത് 5-ാം ദിവസമാണ് യുദ്ധത്തിൻ്റെ. അദ്ദേഹം അതിനു മുൻപ് തന്നെ ആ കാര്യം പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ദൈവം തൻ്റെ ദാസന്മാർക്ക് ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തും എന്നുള്ള ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തയായിട്ടാണ് ഞാനിത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഇന്ന് ഇവിടെ വരികയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി പാസ്റ്ററെ വന്നതിലും സംസാരിച്ചതിലും. താങ്ക് യു.